ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. റൂറൽ വൈബ്സ്. ഈ ഒരു പാഠഭാഗത്തിൽ ഇതിൽ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഗ്രാമങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? റൂറൽ പ്ലേസസ് എന്നൊക്കെ പറയുക കേട്ടോ. വൈബ്സ് എന്ന് പറഞ്ഞാലോ നമ്മുടെ കമ്പം അല്ലെങ്കിൽ മനോഭാവം, അതിനെയൊക്കെ നമുക്ക് വൈബ്സ് എന്ന് പറയാം. ഇപ്പം ഇതിലെന്താണ് നമുക്കൊരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ ഓടി വരുന്നത്? നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ മനസ്സിൽ വരും അല്ലേ? അതുപോലെ തന്നെ അമ്പലങ്ങൾ, കുളങ്ങൾ അല്ലേ? സാധാരണ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന കൃഷിക്കാർ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? അതൊക്കെ ഒരു റൂറൽ വൈബ്സ് ആണല്ലേ? അതൊക്കെ ഗ്രാമങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ സിറ്റിയിലൊക്കെ നോക്കിയാൽ എന്താണ്? വലിയ വലിയ കെട്ടിടങ്ങളും ട്രാഫിക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വായിച്ചു നോക്കാം. വിൽ ഡ്യൂറൻ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യത്തെ സംസ്കാരം എന്താണെന്നാണ് പറയുന്നത്? അഗ്രികൾച്ചറാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മനുഷ്യന്മാർ ജീവിച്ചു തുടങ്ങിയ കാലം തൊട്ടേ അവർ ആദ്യമായി ചെയ്തിട്ടുള്ള പണി എന്താണ്? അഗ്രികൾച്ചറാണ്, കൃഷിയാണ് ചെയ്തു തുടങ്ങിയത് അല്ലേ? പല രീതിയിലും അവരെന്താണ്? റൈസും ഫുഡ് ക്രോപ്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചു അല്ലേ? അപ്പോൾ അവർ ആദ്യമൊക്കെ അവർ ചെയ്തിരുന്നത് മൃഗങ്ങളെയൊക്കെ കൊന്ന് അതിനെ ചുട്ട് തിന്നാണ് ജീവിച്ചിരുന്നത്. പിന്നീട് കാലം കഴിയുന്തോറും എന്താണ്? അവർക്ക് ഫാമിങ് അല്ലേ, കൃഷി ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ അവരൊരു സ്ഥലത്തിൽ ഒരു ഭാഗത്ത് വെള്ളം കിട്ടാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിൽ അവർ വീടുകളൊക്കെ നിർമ്മിച്ചു. അവിടെ തന്നെ അവർ ചെറിയ രീതിയിൽ കൃഷിയും തുടങ്ങി. അപ്പം നമ്മുടെ ഒരു സംസ്കാരം രൂപപ്പെട്ടത് എന്തിൽ നിന്നാണെന്ന് നമുക്ക് പറയാം? അഗ്രികൾച്ചർ, ഈ കൃഷിയിൽ നിന്നാണെന്ന് പറയാം അല്ലേ? ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത്. അവിടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടതും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ അഗ്രികൾച്ചർ ആണ് എന്ന് പറയാം. ഇനി നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. കണ്ടോ? ഒരു ഗ്രേയും നീലയും കലർന്നൊരു വീട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എന്താണ്? ഒരു കോക്കനട്ട് ട്രീ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഒരു തെങ്ങ് മുൻപിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഡ്രൈ ലാൻഡാണ് അല്ലേ? ഒരു വരണ്ട പ്രദേശം പോലെയാണ്. അവിടെ ഇവിടെയും ഒക്കെ കുറ്റിച്ചെടികൾ നിൽക്കുന്നുണ്ട്. ഇന്നെന്താ ആദ്യത്തെ ചോദ്യം? എന്താ? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്തൊക്കെയാണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത്? ഇൻ ദ പിക്ചർ ഐ ക്യാൻ സീ എ ഗ്രേ ആൻഡ് ബ്ലൂ കളേർഡ് ഹൗസ്. ആ പിക്ചറിൽ എനിക്ക് ഗ്രേയും അതുപോലെ തന്നെ നീല കളറിലുള്ള വീടും കാണാം. ഇറ്റ് ഹാസ് 2 വിൻഡോസ് ആൻഡ് ദ ഡോർ ഈസ് ഓപ്പൺ. അതിന് 2 ചെറിയ ജനലുകൾ നമുക്ക് കാണാം അല്ലേ? നോക്കിക്കേ, 2 ജനലുണ്ട്. അതുപോലെ തന്നെ ഡോർ എങ്ങനെയാണ്? ഡോറ് തുറന്നിട്ടാണ് കിടക്കുന്നത്. ആ വീട് വരുന്നത് കണ്ടോ? ഡോറ് തുറന്ന് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ 2 ജനലുകളും നമുക്ക് കാണാം. എ ടോൾ കോക്കനട്ട് ട്രീ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ആ വീടിൻ്റെ മുമ്പിൽ വലിയ ഒരു നീളത്തിൽ ഒരു കോക്കനട്ട് ട്രീ, ഒരു തെങ്ങുണ്ട്. ദർ ഈസ് എ ഡ്രൈ ട്രീ നിയർ ബൈ ആൻഡ് സം ബുഷസ്. ആ വീടിൻ്റെ അടുത്ത് തന്നെ കണ്ടോതാ ഇവിടെ ഒരു ഉണങ്ങിയ മരമുണ്ട്, ഉണങ്ങിയ ഒരു മരം കാണാം. അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബുഷസ്, നമുക്കൊരു മുൾച്ചെടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറ്റിച്ചെടികളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നമുക്ക് ക്ലൗഡ്സ് കാണാം, ബ്ലൂ സ്കൈ കാണാം. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. കണ്ടോ? ഇവിടെ റോക്സ് കിടക്കുന്നുണ്ട്, അത് കാണാം എന്നൊക്കെ എഴുതാം. പിന്നെ എന്താണ്? ഒരു ഹില്ലി ഏരിയ ആണ് അല്ലേ? ഒരു മലമ്പ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. അതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഉപയോഗശൂന്യമായി, ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെ വെറുതെ കിടക്കുന്ന ഉപയോഗിക്കാത്ത സ്ഥലം നിങ്ങൾ കിടക്കുന്നത് കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? Yes, there is a plot of light brownish barren land beside the house. It looks dry and has very few plants. അല്ലേ? അവിടെ ഒരു പ്ലോട്ട്, അവിടെ കുറച്ച് സ്ഥലം എന്താണ്? ബ്രൗൺ കളറായിട്ട്, അതായത് മണ്ണ് മാത്രമായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? തരിശ് നിലം പോലെ കിടക്കുന്നുണ്ട്. അവിടെ യാതൊന്നുമില്ല. എന്താ ഉള്ളത്? അത് ഭയങ്കര ഡ്രൈ ആണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 3ാമത്തെ ചോദ്യം. ഹാവ് യു നോട്ടീസ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ടോ? ബാരൻ ലാൻഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് എഴുതാം? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ യെസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, ഐ ഹാവ് സീൻ സിമിലർ ഡ്രൈ ആൻഡ് ബാരൻ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളതും വരണ്ടതും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ ഉള്ള
സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഉപയോഗമൊന്നുമില്ലാതെ ചില പറമ്പുകളൊക്കെ നമുക്ക് കിടക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് ആൻസർ എഴുതാം. പിന്നെന്താണ്, സം ഏരിയാസ് ഹാവ് വെരി ഫ്യൂ പ്ലാന്റ്സ് ഓർ ഷ്രബ്സ്. ചില പറമ്പുകൾ എന്താണ് വെറുതെ തരിശ് നിലം പോലെ കിടക്കുകയാണ്, അവിടെ ഒരു മരമോ ഒരു കുറ്റിച്ചെടിയോ പോലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം എന്താണ്, ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക, യൂസ്ഫുൾ ആക്കാൻ പറ്റുക. വി ക്യാൻ മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ ബൈ പ്ലാന്റിങ് ക്രോപ്സ് ഓർ ട്രീസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് ഉപയോഗമുള്ള പ്ലാന്റ്സും ക്രോപ്സും ഒക്കെ നമുക്ക് നട്ടു വളർത്താം അല്ലേ. നിങ്ങളുടെ സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ പല സ്കൂളുകളും എന്താണ് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചില സ്കൂളുകളിലൊക്കെ നെൽകൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് പല രീതിയിലുള്ള കൃഷികൾ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. കൾട്ടിവേറ്റിംഗ് ദി ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യാന്നുള്ളത് എന്താണ്, വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലെയുള്ള എന്തൊക്കെ ക്രോപ്സാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കൃഷിയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇൻ മൈ ലൊക്കാലിറ്റി സം കോമൺ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻക്ലൂഡ് റൈസ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് ടാപ്പിയോക്ക, പംകിൻ ആൻഡ് ടൊമാറ്റോസ്. Many people also grow fruits like banana, guava and mango. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കൃഷി എന്ന് പറയുന്നത് എന്താണ്, അരിയാണ് അല്ലേ, നെൽകൃഷിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എന്താണ്, പച്ചക്കറികൾ ടാപ്പിയോക്ക, കൊള്ളി കൃഷി ചെയ്യാറുണ്ട്, പംകിൻ മത്തങ്ങയുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോസ് തക്കാളിയും കൃഷി ചെയ്ത് കാണാറുണ്ട്. പിന്നെന്താണ്, ഫ്രൂട്ട്സ് ഏതൊക്കെയാണുള്ളതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫ്രൂട്ട്സാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ വാഴ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ബനാന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പഴമാണ്. അതുപോലെ തന്നെ ഗുവാവ, പേരയ്ക്ക, മാംഗോസ് ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് കാണാറുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്